Hi students, welcome to IRIS online classes. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, നമ്മൾ രണ്ട് വെക്ടേഴ്സ് ഒരേ ഡയറക്ഷനിൽ നമ്മൾ ആഡ് ചെയ്തു, ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആഡ് ചെയ്തു. ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഡിഫറെന്റ് എന്താണ് ഡയറക്ഷനിൽ രണ്ട് വെക്ടേഴ്സ് നിൽക്കുകയാണെങ്കിൽ അതിന്റെ ആഡിങ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ട് മെത്തേഡ് പറഞ്ഞു അല്ലേ. ഫസ്റ്റ് മെത്തേഡ് ബൈ എന്താണ് ഡ്രോയിങ് മെത്തേഡ് ഓർ എന്താണ് ജോമെട്രിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞു. ഓക്കെ, ബൈ ഡ്രോയിങ് ഫിഗേഴ്സ് വരച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന റിസൾട്ട് വെക്ടർ കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാം. Then second program is analytical method. Analytical method ആണ് by using equation. So അതിൽ ഫസ്റ്റ് നമ്മൾ geometrical method നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് ഡ്രോയിങ്. ബൈ ഡ്രോയിങ് ഇത് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു സോൾവ് ചെയ്യാൻ പറ്റും, അതായത് രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് എങ്ങനെ റിസൾട്ടിന് കാണാൻ പറ്റും, അതാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ആ ഒരു ജോമെട്രിക്കൽ മെത്തേഡിൽ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ജോമെട്രിക്കൽ മെത്തേഡ് ആർ മെയിൻലി ടു ടൈപ്സ്. അതിന്റെ ഫസ്റ്റ് വൺ ആണ് പോളിഗൺ മെത്തേഡ്. നിങ്ങൾക്ക് മക്കളെ പോളിഗൺ മെത്തേഡ് എന്നൊന്നും ഒരിക്കലും നിങ്ങൾക്ക് പേര് വരില്ല കേട്ടോ. പോളിഗൺ മെത്തേഡ് എന്ന് പറയുന്ന ആ ഒരു നെയിമിംഗിൽ നിങ്ങൾക്ക് എൻസൈഡിൽ കാണാൻ പറ്റില്ല. ഓക്കെ, പോളിഗൺ മെത്തേഡ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇതിന് നമ്മൾ പറഞ്ഞ പേരാണ് ട്രയാങ്കിൾ മെത്തേഡ് എന്നാണ് പറയാം, അല്ലെങ്കിൽ ട്രയാങ്കുലാർ മെത്തേഡ് എന്നാണ് പറയാം. പോളിഗൺ മെത്തേഡ് ഓർ എന്താണ് ട്രയാങ്കിൾ മെത്തേഡ്. ഇനി മക്കളെ ഈ പോളിഗൺ മെത്തേഡ് എങ്ങനെയാണ് ട്രയാങ്കിൾ മെത്തേഡ് ആയതെന്ന് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഭാവിയിൽ പറഞ്ഞുതരാം. ഓക്കെ, സോ ജോമെട്രിക്കൽ മെത്തേഡ് ടു ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പോളിഗൺ മെത്തേഡ്, ഒന്ന് പാരലോഗ്രാം മെത്തേഡ്. സോ ആദ്യം നമുക്ക് ഇത് രണ്ടും പറഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നത് അനാലിറ്റിക്കലിലേക്ക് പോവാം. മക്കൾ ഓക്കെ അല്ലേ? ഫൈൻ, യെസ്. മക്കൾ ശ്രദ്ധിച്ചു കേട്ടോ, വളരെ ഈസി ആയിട്ട് ഞാൻ ഇത് കാര്യം കാണിച്ചു തരാം. കറക്റ്റ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നോക്ക്, ഇപ്പൊ പോളിഗൺ മെത്തേഡ് ഓർ ട്രയാങ്കിൾ മെത്തേഡ്. ആ പോളിഗൺ മെത്തേഡിൽ ശ്രദ്ധിക്കുക, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം. മക്കൾ ശ്രദ്ധിച്ച് കിട്ടുന്ന മാത്രമായിട്ടോ, ട്രസ്റ്റ് മീ, ഏറ്റവും ഈസി മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. നോക്കിയോ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ ചെയ്യാം, രണ്ട് വെക്ടേഴ്സ് ഉണ്ടല്ലേ, ആ രണ്ട് വെക്ടേഴ്സ് നമുക്ക് വരയ്ക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞേ ബൈ ഡ്രോയിങ് മെത്തേഡ് ആണ്. ഡ്രോ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന്റെ റിസൾട്ടന്റ് അഥവാ അതിന്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കുക ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ നോക്കിയേ, ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് സ്റ്റെപ്പ് വൺ എന്താ സ്റ്റെപ്പ് വൺ എന്ന് വെച്ചാൽ മക്കളെ, draw two vectors. Simple. Draw two vectors. രണ്ട് വെക്ടർ ആദ്യം വരയ്ക്കാം. Okay, so here draw two vectors means നമുക്ക് for example നോക്ക്, ഇത് വെക്ടർ A ആണെന്ന് വെച്ചോ, ഫൈൻ. ഇത് വെക്ടർ B, കുഴപ്പമില്ലല്ലോ, യെസ്. അപ്പോൾ ഇതാണ് രണ്ട് വെക്ടർ. അപ്പോൾ ഇത് തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത്, എനിക്ക് എന്ത് ചെയ്യുന്നത് ആഡ് ചെയ്യേണ്ടത്. റെഡി, ക്ലിയർ, ഫൈൻ, യെസ്. നോക്കിയേ, ഇനി സ്റ്റെപ്പ് 2. ഓക്കെ, സ്റ്റെപ്പ് 2 നമുക്ക് ഇതാ ഇങ്ങനെ തന്നിരിക്കുന്നു കേട്ടോ. നമുക്ക് ഇങ്ങനെ തന്നിരിക്കുന്നു രണ്ട് വെക്ടേഴ്സ് തന്നെയുണ്ട്. ഇതാ ഏതൊക്കെ ഡയറക്ഷനിലാണ് കാണിച്ചതല്ലേ, അത് നമ്മൾ എനിക്ക് ആഡ് ചെയ്യണം. അതാണ് എനിക്ക് എന്ത് കണ്ടുപിടിക്കേണ്ട കാര്യം. ഹിയർ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ മക്കളെ, ഇവിടെ നോക്കിക്കേ, ഇതെന്താണ് ടെയിൽ പാർട്ടാലെ. ഒരു വെക്ടർ എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഇതെന്താണ് ടെയിൽ ആണ്, ഈ ആരോ മാർക്ക് എന്താണ്, അതാണ് ഹെഡ് എന്ന് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നോക്കിക്കേ, ഞാൻ ആ വെക്ടർ ബിന്റെ ടെയിൽ ഞാൻ ചെയ്യുന്നു വെക്ടർ എന്റെ ഹെഡുമായിട്ട് ഞാൻ ചെയ്യുന്നു ജോയിൻ ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് നോർമൽ രണ്ട് വെക്ടർ വയ്ക്കുന്നത്. ശരിക്കും സ്റ്റെപ്പ് വൈസ് നോക്കുന്ന സമയത്ത് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. പേടിക്കണ്ട, സ്റ്റെപ്പ് 2 പഠിച്ചു വയ്ക്കും. ഓക്കെ, കറക്റ്റ് ക്ലാരിറ്റിയോടെ പഠിച്ചു വയ്ക്കും. അപ്പൊ നോക്കിയേ, ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ചാല്, ഞാൻ ചെയ്യുന്ന ജോയിൻ ദി ടെയിൽ ഓഫ് വെക്ടർ ബി. നോക്ക്, വെക്ടർ ബിയുടെ ടെയിൽ ഞാൻ എന്താ ചെയ്യുന്നത് മക്കളെ, വെക്ടർ എയുമായിട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ ചെയ്യുന്നത്. സോ ഹിയർ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ജോയിൻ ദി ടെയിൽ ഓഫ് വെക്ടർ ബി വിത്ത് ദ എന്താ മക്കളെ head of vector A. So that's the second section. So നോക്കിക്കേ, ഇതേ സെക്ഷൻ ഞാൻ ഇവിടെ വരയ്ക്കാൻ പോണേ. നോക്കാം, ഞാൻ വരയ്ക്കാൻ പോണേ ലൈക്ക് ദി വെക്ടർ A. സോ ഹിയർ നോക്കേ, ഏകദേശം അതേപോലെ തന്നെ വരയ്ക്കാനേ. അതിലേക്ക് നോട്ട്ബുക്കിൽ വരയ്ക്കുന്ന സമയത്ത് അത് കറക്റ്റ് ക്ലിയർ ആയി കിട്ടാം. ദി വെക്ടർ A സെയിം ഇടില്ലേ. ഞാൻ നോക്കിക്കേ, ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കാൻ മക്കളെ, ഞാൻ ജോയിൻ ചെയ്യാണ്, ഇവിടെ ജോയിൻ ചെയ്യാണ്, കുഴപ്പമില്ല, യെസ്. സോ നോക്കിയത് അതാണ് തന്നെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്യണേ. ഇവിടുന്ന് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ജോയിൻ ചെയ്യാൻ ചെയ്യുന്നത്. സോ ഹിയർ നോക്കിക്കേ, ഇങ്ങനെ ഉണ്ടാവില്ലേ, ഇത് വെക്ടർ ബി കണ്ടോ, വെക്ടർ ബിന്റെ ടെയിൽ ഞാൻ ചെയ്യുന്ന വെക്ടർ എയുമായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. ഇതാണ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്.
പഠിക്കാൻ പ്രയാസം നോക്കളെ ഞാൻ പറഞ്ഞേ നിങ്ങൾ സാധാരണ നിങ്ങൾ ജോമെട്രിക്കൽ ബോക്സ് വെച്ച് സ്കെയിലും അതേപോലെ എന്താ പറയുക സെറ്റ് സ്കോറും അതുപോലെ പ്രൊട്ടക്ടറും ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ വരയ്ക്കാൻ ചെയ്യുന്നത് അത്രേ ഉള്ളൂ പണി. റെഡി? അതിന്റെ ജനറൽ പ്രൊസീജിയർ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ നോക്കിക്കേ. സോ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഓവർ. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്താ നോക്കിക്കേ. തേർഡ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ കറക്റ്റ് അധികം നോക്കളെ ശ്രദ്ധിച്ചിരുന്നോ. തേർഡ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത് നോക്കിക്കോ. ഞാൻ വെക്ടർ എന്റെ ടെയിലും വെക്ടർ ബിന്റെ ഹെഡും തമ്മിൽ ഞാൻ ജോയിൻ ചെയ്യും. വെക്ടർ എന്റെ ടെയിലും അതുപോലെ വെക്ടർ ബിന്റെ ഹെഡും തമ്മിൽ ഞാൻ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. റെഡി? അതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു നോക്കിക്കേ. ജോയിൻ നമ്മൾ ഡ്രോ എ ലൈൻ. ഓക്കെ, എങ്ങനെ draw a line from tail of vector A to the head of vector B to the head of vector B. ഞാൻ ജോയിൻ ചെയ്യാൻ ചെയ്യുന്നത്. സോ സെയിം സംഗതി ഞാൻ വീണ്ടും മാറ്റി വയ്ക്കുകയാണ്. ഞങ്ങൾക്ക് മക്കൾക്ക് കറക്റ്റ് മനസ്സിലാൻ വേണ്ടിയാണ് നമുക്ക് കറക്റ്റായി വരയ്ക്കുന്നത്. എനിക്കറിയാം നല്ല മക്കളായിട്ട് എല്ലാവരും പഠിക്കുന്നത് അറിയാം. ഞാൻ ആ സൂമിലെ ക്ലാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പെർഫോമൻസ് കാണാറുണ്ട്. നല്ല ഉഷാറായിട്ട് അങ്ങനെ തന്നെ പോയിക്കോ, ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഓക്കെ, സോ ഇത് വെക്ടർ ബി, ഇത് വെക്ടർ ബി. ഞാൻ എന്താ ചെയ്യാൻ വെച്ചാൽ മക്കളെ ഞാൻ എന്താ ചെയ്യാൻ വെച്ചാല് ഈ വെക്ടർ എന്റെ ടെയിൽ ഞാൻ ചെയ്യുന്ന വെക്ടർ ബിന്റെ ഹെഡുമായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. ഫൈൻ. ദെൻ മക്കൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വെക്ടർ ബിന്റെ ഹെഡുമായിട്ടാണ് ജോയിൻ ചെയ്ത് നോക്കിക്കേ. ഇതിങ്ങനെ വന്ന് ഇതിങ്ങനെ നേരെ പോവാ ചെയ്തല്ലേ, ആരോ മാർക്ക് ഇങ്ങനെ പോവാ ചെയ്തല്ലേ. മക്കള് ആരോ മാർക്ക് എങ്ങനെ കൊടുക്കുക വെച്ചാല് ജസ്റ്റ് റിവൈസ് ദി ആരോ മാർക്ക്. അതായത് ആരോ മാർക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല, വേറെ ഒന്നും ചിന്തിക്കണം. പക്ഷേ ആരോ മാർക്ക് നിന്ന് അങ്ങോട്ട് കൊടുത്താൽ മതി. റെഡി? ക്ലിയർ? മക്കളെ ഈ വരച്ചിരിക്കുന്ന ലൈൻ എന്താണോ അതാണ് എന്ത് റിസൾട്ടന്റ് എന്ന് പറയുന്നത്. അതാണ് എന്ത് റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഇത് വെക്ടർ എ വെക്ടർ ബി ആണെങ്കിൽ നോക്കിക്കേ റിസൾട്ടന്റ് എന്ന് പറയുന്നത് വെക്ടർ എ പ്ലസ് ബി എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ ആട്ടോ. മക്കൾ നോർമൽ ലെവലിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 1 by 1 ത്രൂ എന്ത് ചെയ്ത് വരച്ച് നോക്കിയതിന് ശേഷം മക്കൾ എന്താ ചെയ്യുന്നത് വെച്ചാല് ഒരു സ്കെയിൽ എടുത്തിട്ട് എന്ത് ചെയ്യുന്ന ആ ഒരു ലൈൻ വരച്ച ശേഷം ആ ലൈൻ നിങ്ങൾ അളന്നു നോക്കാം. ആ ലൈൻ അളന്നു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയാണോ വാല്യൂ കിട്ടുന്നത് അതായിരിക്കും വെക്ടർ എ പ്ലസ് വെക്ടർ ബിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നത് അതിനെ വരച്ചതിന് ശേഷം എന്താ വെച്ചാൽ മക്കളെ സ്കെയിൽ എടുത്ത് മക്കൾ എന്ത് ചെയ്യുന്നത് അളന്നു നോക്കും അല്ലെ. അങ്ങനെ മക്കളെ ശ്രദ്ധിക്കുക. നിങ്ങൾ മെഷർ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ വാല്യൂ കിട്ടുന്നത് അതാണ് എന്ത് ആ ഒരു റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കുഴപ്പമുണ്ടോ? ക്ലിയർ? യെസ്, ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്ന ആ റിസൾട്ടന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ദെൻ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് നോക്കി. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് മക്കളെ വെക്ടർ എയിൽ നിന്ന് വെക്ടർ ആറിലേക്ക് മക്കളെ ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്ന ആംഗിൾ കാണാൻ ചെയ്യുന്നത് ബൈ യൂസിങ് പ്രൊട്ടക്ടർ. നിങ്ങൾ സാധാരണ പ്രൊട്ടക്ടർ വെച്ച് ചെയ്യുന്ന കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്ന പ്രൊട്ടക്ടർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയാണ് വെക്ടർ എയിൽ നിന്ന് ആ റിസൾട്ടന്റ് മക്കളെ ശ്രദ്ധിക്കുക. ഇത്ര ആംഗിളിലാണെന്ന് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന അതിന്റെ ഡയറക്ഷനും കിട്ടി. മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? അതായത് മക്കളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാല് ഇവിടെ നമ്മൾ എന്താ കാണുന്നത് വെച്ചാല് പോളിഗൺ മെത്തേഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ട്രയാങ്കിൾ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യുക വെച്ചാല് രണ്ട് വെക്ടേഴ്സ് ഡിഫറെന്റ് എന്താണ് ആംഗിളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏതോ ലെവലൊക്കെ നിൽക്കുന്ന രണ്ട് വെക്ടേഴ്സിന്റെ മക്കളെ റിസൾട്ടന്റ് അത് രണ്ടും ഞാൻ ആഡ് ചെയ്യുമ്പോൾ അത് സമ്മ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ടന്റ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ അതിനുള്ള സ്റ്റെപ്സ് ഞാൻ കാണിച്ചത്. സോ റിസൾട്ടന്റിനെ സംബന്ധിച്ചോളം മക്കൾ ശ്രദ്ധിക്കുക. അതിന് മക്കൾ എന്തെങ്കിലും ഡയറക്ഷൻ ഉണ്ടാവും, മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും അല്ലേ. വെക്ടർ എ പ്ലസ് വെക്ടർ ബി നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് റിസൾട്ടന്റ് വാല്യൂ കിട്ടും അല്ലേ. അതിന് മക്കൾ എന്ത് ചെയ്തു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. സോ ആ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ ഞാൻ പറയുന്നത്. ഫൈൻ. സോ ഹിയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം വെക്ടർ എ വെക്ടർ ബി വരച്ചു. അത് ഏതൊക്കെ ഡയറക്ഷൻ ഉണ്ടോ അല്ലെ. ഇത് സ്റ്റെപ്പ് 1 ആയി എടുക്കേണ്ട ആവശ്യം കേട്ടോ. ഇത് നമുക്ക് ഏതോ പ്രൊസീജിയർ കഴിക്കുന്നതാവാം. ഏതെങ്കിലും ഡയറക്ഷൻ രണ്ട് വെക്ടർ തന്നു. Then ആ രണ്ട് വെക്ടറിനെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ വെക്ടർ ബി ആണെങ്കിൽ ആ വെക്ടർ ബിന്റെ ടെയിലും വെക്ടർ എന്റെ ഹെഡും തമ്മിൽ ഞാൻ ജോയിൻ ചെയ്യും. നേരെ തിരിച്ചും ചെയ്യാട്ടോ, ഒരു കുഴപ്പമില്ലേ. നേരെ തിരിച്ചും ചെയ്യാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ പ്രൊസീജിയർ പഠിച്ചു വെച്ചാൽ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് നിങ്ങൾക്കില്ലേ ഒരു കാരണവശാലും ബോർഡ് എക്സാമിനോ അല്ലെങ്കിൽ
ബാക്കിയുള്ള എക്സാംസിന് ഇത് വരില്ല. ഡ്രോയിങ് മെത്തേഡാണ്. ഈ ഡ്രോയിങ് മെത്തേഡ് ഇനി ഇൻ കേസ് എപ്പോഴെങ്കിലും ഒന്ന് വന്നാലേ ഇത്രയും പറയാൻ പറ്റുള്ളൂ. വളരെ റയർ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ, പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നോക്കിയേ ആ വെക്ടർ ബിന്റെ ടെയിലും വെക്ടർ എന്റെ ഹെഡ് തമ്മിൽ ഞാൻ ജോയിൻ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്യുന്നത്, വെക്ടർ എന്റെ ടെയിലിൽ നിന്ന് വെക്ടർ ബിയിലേക്ക് ഞാൻ ഒരു ലൈൻ വരച്ചെന്ന് ആ വെക്ടർ ബിയിലേക്ക് ഞാൻ ആരോ മാർക്ക് കൊടുക്കുക ചെയ്യുന്നു. റെഡി, ക്ലിയർ? നോക്കിക്കേ, നമ്മൾ ആ വരച്ചിരിക്കുന്ന ലൈൻ വരച്ചിരിക്കുന്ന ലൈനിൽ മക്കൾ എന്താ ആലോചിക്കുന്നത് വെച്ചാല് ആരോ മാർക്ക് എങ്ങനെ കൊടുക്കാന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരും. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ മേ ബി ചോദിക്കും, സാർ ഇവിടെ കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഉത്തരം വെച്ചാൽ നോക്കിയേ, ഇവിടെ നമുക്ക് ഇവിടെ വെക്ടർ എങ്ങനെയാണുള്ളത്, അതിന്റെ റിവൈസ് ആയിട്ടാണ് ആരോ മാർക്ക് കൊടുക്കേണ്ടത്. അതിന്റെ റിവൈസ് ആയിട്ട് ആരോ മാർക്ക് കൊടുക്കണം. ഓക്കെ, ഇവിടെ കണ്ടോ, ഇതിങ്ങനെ ആരോ മാർക്ക് വന്നു അല്ലെ. ഞാൻ നോക്കി നെക്സ്റ്റ് വെക്ടർ കണ്ടോ, അതിനൊരു കൺഫ്യൂഷൻ പോലെ ഇങ്ങനെ വന്നു അല്ലെ. ഇത് മക്കൾ അതിന്റെ റിവൈസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. റെഡി, ക്ലിയർ? ആൻഡ് ഹിയർ നമുക്ക് അതിന്റെ റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സിംപ്ലി നമുക്ക് എന്താ ചെയ്യാൻ വെച്ചാൽ നമുക്ക് ബൈ സ്കെയിൽ ഉപയോഗിച്ച് അത് അളന്ന് നോക്കുകയാണെങ്കിൽ യെസ് ആ റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇത്ര വാല്യൂ എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. നോക്കിയേ, ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുന്നത് നോക്കിയേ, ഈ വെക്ടർ മക്കള് 10 ആണെന്ന് വെച്ചോ, ഇത് മേ ബി എന്താണ് 13 ആണെന്ന് വെച്ചോ, സോറി ഇത് മേ ബി എന്താണ് 3 ആണെന്ന് വെച്ചോ, ഇത് 10ഉം ഇത് 3 ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഇത് 5 ആണെന്ന് വെച്ചോ. മക്കളെ അത് നമ്മൾ ശ്രദ്ധിക്കുക, ഡിഫറെന്റ് ഡയറക്ഷൻ ആയിട്ട് അത് തമ്മിൽ മേ ബി ആഡ് ചെയ്യുന്ന സമയത്തില്ലേ നിങ്ങൾ വിചാരിക്കണം കേട്ടോ എന്താണ് 10 + 5 15 കിട്ടുമെന്ന് വിചാരിക്കരുത്. കാരണം ഡിഫറെന്റ് ഡയറക്ഷൻ ആണ്. ഡിഫറെന്റ് ഡയറക്ഷൻ ആകുമ്പോൾ അവിടെ വാല്യൂ മാറി. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് മേ ബി എന്താണ്, ചിലപ്പോൾ എന്താണ് 11 അല്ലെങ്കിൽ എന്താണ് 9 അങ്ങനെയൊക്കെ ആവാം. റെഡി? ഡിഫറെന്റ് ഡയറക്ഷൻ മാറുന്ന അവിടെ റിസൾട്ട് കറക്റ്റ് മാറും. ഗോട്ട് ഇറ്റ്? ക്ലിയർ? ഇനി ഡയറക്ഷൻ ഒരേ ഡയറക്ഷൻ ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്ന കറക്റ്റ് 10 + 5 = 15 എന്ന് പറയാൻ പറ്റുള്ളൂ. എന്റെ നമുക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓപ്പോസിറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഫോളോ ചെയ്യുക. പക്ഷേ ഡിഫറെന്റ് ഡയറക്ഷൻ ആകുമ്പോൾ അവിടെ കിട്ടുന്ന വാല്യൂ വിൽ ബി ഡിഫറെന്റ്. ഓക്കെ, സോ ഹിയർ ഇനി ഞാൻ പറഞ്ഞ ഈ പോളിഗൺ മെത്തേഡ് ട്രയാംഗിൾ മെത്തേഡ് പേര് വരാൻ കാരണം പറഞ്ഞാൽ നോക്കിയേ, നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 വെക്ടർ അല്ലേ. സോ if we have 2 vectors, simple point ആണ്. If we have 2 vectors, നമ്മൾ എടുക്കുന്ന വെക്ടർ അതായത് വരച്ച കഴിഞ്ഞുള്ള വെക്ടർ കേട്ടോ, അത് 3 എണ്ണം ഉണ്ട്. നമ്മൾ എടുക്കുന്ന വെക്ടർ if we have 2 vectors, 2 വെക്ടർ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് വെച്ചോ. അങ്ങനെയാണെങ്കിൽ then the polygon method are called എന്താ മക്കളെ, ട്രയാംഗിൾ മെത്തേഡ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ that polygon method is called triangle method. which means ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് മക്കളെ ഈ പോളിഗൺ മെത്തേഡ് നിങ്ങൾ പേര് ഒരിക്കലും കാണണം, പക്ഷെ അതാണ് ശരിക്കും ജനറൽ ആയിട്ട് മക്കളെ അതിനെ വിളിക്കുന്ന പേര്. റെഡി? ജനറൽ ആയിട്ട് വിളിക്കുന്ന പേര് അതാണ്. അതിന്റെ നമുക്ക് ട്രയാംഗിൾ മെത്തേഡ് മാത്രം നമുക്ക് പഠിക്കാവുള്ളൂ. അപ്പൊ ഇതാണ് മക്കളെ ആ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. മക്കളെ സിമ്പിൾ ആയി ചെയ്ത് നോക്കിയാൽ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അതിന് നോക്കിക്കേ, സിമ്പിൾ ആട്ടോ. അങ്ങനെ വരച്ച ശേഷം ചെയ്യുന്ന സ്കെയിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു യെസ് ആ റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ പറ്റും. ആൻഡ് ഹിയർ അതിന്റെ ഡയറക്ഷൻ കാണാം. ജസ്റ്റ് എന്ത് ചെയ്യുന്നത് ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ആൻഡ് വെക്ടർ എന്താണ് ഇത് രണ്ട് നമ്മളുള്ള ആംഗിൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ വെക്ടർ ആറിന്റെ ഡയറക്ഷൻ അതും പറയാൻ പറ്റും. ഗോട്ട് ഇറ്റ്? ക്ലിയർ? സോ ഇങ്ങനെയാണ് മക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നത് പോളിഗൺ മെത്തേഡ് അഥവാ ട്രയാംഗിൾ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ട്രയാംഗിൾ മെത്തേഡ് ചെയ്യേണ്ടത്. റെഡി? ഫൈൻ? യെസ്. ഇനി എനിക്ക് നെക്സ്റ്റ് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ triangular law of vector addition ആണ് പറയാനുള്ളത്. triangular law of vector addition ആണ് പറയാനുള്ളത്. അത് ഇതിന്റെ കൂടെ തന്നെ മക്കളെ ഞാൻ ഇതിന് പറയാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നുണ്ടോ, ഇതിന്റെ കൂടെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ചെയ്തത്. ഓക്കെ, സോ ഇത് വരച്ചത് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ സ്റ്റെപ്പ് 3 വരെ നമുക്ക് നല്ല വൃത്തിയായി പഠിക്കണേ. ഞാൻ പറഞ്ഞ പ്രൊസീജിയർ ഒക്കെ പഠിക്കണം. ഇത് നോക്കിക്കേ, triangular law of vector addition പ്രകാരം triangular law of vector addition പ്രകാരം മക്കളെ എന്താണ് ആ ലോ പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് 35% കേട്ടോ. 35% മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. ഇതങ്ങനെ കാണാറില്ല. നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് കറക്റ്റ് ചോദിക്കും, സ്റ്റേറ്റ് ദി പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. പക്ഷെ രണ്ടും വരാൻ ചാൻസ് ഉണ്ട്, അതിൽ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് അതൊന്നും കേട്ടോ. അതിന്റെ അർത്ഥം എന്താണ്, ഇത് വരാൻ തീരെ ചാൻസ് ഇല്ല എന്നല്ല, ഇത് അഥവാ വന്നാൽ നമ്മൾ ചെയ്തിരിക്കണം. വെരി വെരി ഈസി. ഞാൻ കാണിച്ചാൽ കറക്റ്റ് പറഞ്ഞാൽ മക്കളെ ഇവിടെ എന്താ പറയുന്നത് നോക്കിക്കേ, ഇവിടെ ട്രയാംഗുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ പ്രകാരം എന്താ പറയുന്നത് ഇത് വെച്ച് തന്നെ പറഞ്ഞു. ഓക്കെ, ഇവിടെ പറയുന്നത് മക്കളെ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the two vectors
it states that if two vectors ഏതൊക്കെയാണ് ഈ വെക്ടർ A യും വെക്ടർ B. Okay, if two vectors are represent അതെന്താ മക്കളെ ആ രണ്ട് വെക്ടർ മക്കളെ റെപ്രസെന്റ് ചെയ്യുന്നത് in magnitude and direction. മാഗ്നിറ്റ്യൂഡ് വൈസ് ആണെങ്കിലും ഡയറക്ഷൻ വൈസ് ആണെങ്കിലും മക്കളെ ആ രണ്ട് വെക്ടർ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മക്കളെ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ അല്ലേ റിസൾട്ടന്റ് എന്ന് പറയുന്നത് മക്കളെ it is represented in magnitude and direction by the third side of the triangle. മക്കൾക്ക് മനസ്സിലായോ? അതൊക്കെ രണ്ട് വെക്ടർ രണ്ട് വെക്ടറിനെ എടുത്തില്ല. ഈ രണ്ട് വെക്ടർ എടുക്കുന്ന സമയത്ത് ഞാൻ നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് അറിയാമായിരുന്നോ നമ്മൾ ട്രയാങ്കിൾ വയ്ക്കാൻ പോകുന്നത് ഇല്ല. സോ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ പ്രകാരം എന്താ പറയുക വെച്ചാൽ ഇറ്റ് സ്റ്റേസ് ദാറ്റ് ഇപ്പൊ ഞാൻ എടുക്കുന്ന രണ്ട് വെക്ടർ മക്കള് അത് എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഇറ്റ് റെപ്രസെന്റ് ആസ് ദി ടു സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ആയിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ മക്കളെ അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ആ രണ്ട് വെക്ടറിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് അതിന്റെ മറ്റൊരു സൈഡ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ആ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് ആയിരിക്കും. അറിയില്ല ട്രയാങ്കിൾ 3 സൈഡിലുള്ളൂ. അപ്പൊ നോക്കി ഞാൻ പറഞ്ഞ പ്രകാരം പറയുകയാണെങ്കിൽ ആ വെക്ടർ എ വെക്ടർ ബി അത് മക്കളെ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് ആ വെക്ടർ എ വെക്ടർ ബി കാരണം ഉണ്ടാകുന്ന റിസൾട്ടന്റ് എന്ന് പറയുന്നത് അതേ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് ആയിരിക്കും. കണ്ടോ? സിമ്പിൾ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഒന്ന് ലാംഗ്വേജിലാക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നു ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ലോ ആയി മാറുന്നു. അത്രേ ഉള്ളൂ. പച്ച വളർത്ത് പറയുകയാണെങ്കിൽ ഈ എടുത്തിരിക്കുന്ന രണ്ട് വെക്ടർ എ വെക്ടർ ബി എന്ത് ചെയ്യുന്നത് ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സ് ആണെങ്കിൽ മക്കളെ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് അതിന്റെ മൂന്നാമത്തെ സൈഡ് ആയിരിക്കും. പണി ഇതാണ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ. മക്കൾക്ക് ഞാൻ ചെയ്യുന്ന അതിന്റെ സ്റ്റേറ്റ്മെന്റും കൂടി ജസ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ. അങ്ങനെ പഠിച്ചാൽ കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഒക്കെ ജസ്റ്റ് ബൈഹാർട്ട് മതി. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഞാൻ ബൈഹാർട്ട് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല കേട്ടോ. ഞാൻ എങ്ങനെ പറയാ വെച്ചാല് എപ്പോഴും മക്കൾക്ക് പറഞ്ഞാണ്ട് വെച്ചാല് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ ആദ്യം മുമ്പായിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ ആ ഒരു കോൺസെപ്റ്റ് നിന്ന് കയ്യിലാക്കി കൊണ്ടുവരും. അതല്ല കാര്യമല്ല. എനിക്ക് ഷുവർ ആണ് എന്തായാലും നിങ്ങൾ അത് ചെയ്യുമെന്ന് എനിക്ക് നല്ല അറിയാം. ഓക്കെ ഓക്കെ ലോ പറയാം. ആ ലോ എന്താ സ്റ്റേറ്റ് എന്ന് പറയാം. The law states that one second triangular law ഞാൻ പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ജസ്റ്റ് ചെയ്താണ്. Law states that if എന്താ പറയുന്നത് if two vectors can be represented ശരിയല്ലേ? എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു റെപ്രസെന്റ് എന്താണ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് വൈസും ഡയറക്ഷൻ വൈസും ഒക്കെ ഏത് രീതിയിലാണെങ്കിലും മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആസ് മക്കളെ എന്തായിട്ട് നമ്മൾ പറയുന്നത് ഡയറക്ഷൻ ബൈ ദി ടു സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ രണ്ട് വശമായിട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ അങ്ങനെയാണെങ്കിൽ മക്കളെ two sides of triangle then the resultant എന്ന് പറയുന്നത് resultant capital ആണ് can be represented in direction അല്ലെങ്കിൽ in magnitude and direction magnitude wise and direction wise magnitude and direction by the third sides of the triangle side of the same triangle third side of the triangle. Okay കണ്ടോ? സത്യം പറയുകയാണെങ്കിൽ പച്ച വെള്ളത്തിൽ പറഞ്ഞപ്പോൾ ഭയങ്കര ഈസി ആയില്ലേ? പക്ഷെ ഒരു ലോ ആക്കി എഴുതുന്ന സമയം കണ്ടോ ഇങ്ങനെ ഒരു വേർഡ് കീപ്പ് ചെയ്യും. ഇതിനാണ് സിംപിളി നിന്ന് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത്. ഓക്കെ സോ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് റിവൈസ് ആണ്. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് ടു വെക്ടേഴ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് in magnitude and direction magnitude wise direction wise two vectors ഏതൊക്കെയാണ്
വെക്ടർ എ ആൻഡ് വെക്ടർ ബി അല്ലേ മക്കളെ? അത് എന്തൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു ട്രയാങ്കിൾ രണ്ട് സൈഡ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ then the resultant എന്താണ്? വെക്ടർ ആർ. റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ആ വെക്ടർ ആർ എന്ന് പറയുന്നത് is represented in magnitude and direction by the third side of the triangle. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ തേർഡ് സൈഡ് ആയിരിക്കും. സോ ദാറ്റ്സ് കോൾഡ് triangular law of vector addition. ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് മക്കൾ ഏറ്റവും സിമ്പിൾ ആക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. മക്കൾ അതിനനുസരിച്ച് ഇരിക്കുക. കാരണം ഒന്നാമത്തെ വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് കാണുന്നില്ല, നിങ്ങളെ മുഖംഭാവം മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് കറക്റ്റ് അത് കിട്ടിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ് വരെ വളരെ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞു തരുന്നത്. റെഡി? ധൈര്യം ഇരിക്കും, നമുക്ക് ഉഷാറാക്കാം. ഇനി നെക്സ്റ്റ് മെത്തേഡ്. അപ്പൊ ഇത്രയും ഉള്ളതാണ് പോളിഗൺ മെത്തേഡ്, അല്ലെങ്കിൽ സോറി ട്രയാങ്കിൾ മെത്തേഡ്. പോളിഗൺ മെത്തേഡ് ഓർ ട്രയാങ്കിൾ മെത്തേഡ് എന്ന് പറയും. ട്രയാങ്കിൾ മെത്തേഡ് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞു. then അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ പഠിച്ചു. ഇനി സെക്കൻഡ് മെത്തേഡ്, സെക്കൻഡ് ഡ്രോയിങ് മെത്തേഡ് ഏതാണ്? പാരലോഗ്രാം മെത്തേഡ്. അതാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. റെഡി മക്കളെ? അപ്പോൾ ട്രയാങ്കുലർ മെത്തേഡ് ഞാൻ കാണിച്ചു തന്നു. ആ ട്രയാങ്കുലർ മെത്തേഡ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ മക്കളെ ശ്രദ്ധിക്കുക, റിസൾട്ടിന് കാണാനുള്ള മറ്റൊരു മെത്തേഡാണ് എന്ത്? പാരലോഗ്രാം മെത്തേഡ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഡ്രോയിങ് പ്രൊസീജിയർ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കറക്റ്റ് മക്കൾ ഇതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കിയിരുന്നു. ശ്രദ്ധിക്കുക, ഹിയർ ഇൻ ദിസ് കേസ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? രണ്ട് വെക്ടർ വരയ്ക്കാം. അത് ഏത് ഡയറക്ഷൻ ആയിക്കോട്ടെ ജസ്റ്റ് വരച്ചാൽ മതി. സ്റ്റെപ്പ് 1 എന്ന് വെച്ചാൽ മക്കളെ ഡ്രോ ടു വെക്ടേഴ്സ്. ഓക്കെ, ഡ്രോ ടു വെക്ടേഴ്സ്. whatever the direction doesn't matter, just to വരച്ചേക്കാം. ഓക്കെ, സോ ഹിയർ നോക്കിയേ, ഇതൊരു വെക്ടർ ആണ്, കുഴപ്പമില്ല. വെക്ടർ എ ഞാൻ കൊടുത്തു നേരത്തെ പോലെ തന്നെ. ഇത് നോക്കുന്ന വെക്ടർ ബി, വെക്ടർ ബി. അത് എങ്ങനെ ഡയറക്ഷൻ ആയിക്കോട്ടെ doesn't matter, ഡയറക്ഷൻ എങ്ങനെ ആയിക്കോട്ടെ doesn't matter. Okay, so that was the first step. Second step, step 2. അവിടെ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ. ഇത് നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് തരാ ചെയ്യുന്നത്. സ്റ്റെപ്പ് 2 അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കിക്കേ, ഇവിടെ ഈ ട്രയാങ്കുലർ മെത്തേഡുമായി ബന്ധപ്പെട്ട് വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഹിയർ ഇൻ ദിസ് കേസ് രണ്ട് വെക്ടറിന്റെയും ടെയിൽസ് തമ്മിലാണ് ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അതാ ഫസ്റ്റ് വ്യത്യാസം കേട്ടോ മക്കളെ. ട്രയാങ്കുലർ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു വെക്ടറിന്റെ ടെയിലും മറ്റൊരു വെക്ടറിന്റെ ഹെഡും തമ്മിലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇവിടെ മാത്രം പാരലോഗ്രാം മെത്തേഡിലാണെങ്കിൽ രണ്ടിന്റെയും വാലുകൾ തമ്മിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ജോയിൻ ചെയ്യുന്നത്. ക്ലിയർ? യെസ്. അപ്പൊ നോക്കിയേ, രണ്ടിന്റെ വാല് തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പൊ ഈ വെക്ടർ ബി ഞാൻ മാറ്റി വരയ്ക്കുന്ന സമയത്ത് ഇതിങ്ങനെ കൊണ്ടിട്ട് ഇവിടെ വരയ്ക്കണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ സെറ്റ് സ്ക്വയർ ഒക്കെ യൂസ് ചെയ്യുന്നത്, അറിയില്ലേ? അതേപോലെ തന്നെ പാരലൽ തന്നെ പിടിച്ചുകൊണ്ടിട്ട് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് സ്ക്വയർ ഒക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. നോർമൽ ഡ്രോയിങ് പ്രൊസീജിയർ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. സോ ഹിയർ നോക്കി, ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് വരയ്ക്കാണേ, മാറ്റി വരയ്ക്കാണേ. വെക്ടർ എ ഞാൻ വരച്ചു, ഇതേ വെക്ടർ എ ഞാൻ വരച്ചു. നോക്കിക്കേ, ഈ വെക്ടർ ബിനെ ഞാൻ മാറ്റി വരയ്ക്കുന്നത് ഞാൻ നോക്കിയോ? തന്നെ ഞാൻ മാറ്റി വരയ്ക്കാൻ ചെയ്തിട്ടുണ്ടോ? സെയിം, ഏകദേശം സെയിം ലെവൽ തന്നെ ഉണ്ടാവും. പക്ഷെ പറഞ്ഞല്ലോ, ഞാൻ വരയ്ക്കുമ്പോൾ ബോർഡ് വരയ്ക്കുമ്പോൾ കുറച്ചൊരു ഇത് കുറവുണ്ടാവും. നിങ്ങൾ ഡ്രോയിങ് നിങ്ങൾ കറക്റ്റ് പെൻ വെച്ച് നിങ്ങൾ ബുക്ക് വരയ്ക്കുന്ന സമയത്ത് കറക്റ്റ് എക്സാക്ട് ലെവലിൽ കിട്ടും. സോ ഹിയർ നോക്കിയാൽ കണ്ടോ, ഏകദേശം ഒരേ ലെവൽ തന്നെ വരുന്നു അല്ലേ? കണ്ടോ, ഇതാണ് മക്കളെ വെക്ടർ ബി എന്ന് പറയുന്നത്. കുഴപ്പമില്ല, എന്താണ് ഈ വെക്ടർ ബി ഞാൻ കറക്റ്റ് എടുത്ത് ഇവിടെ ജോയിൻ ചെയ്തു. സോ ഇവിടെ ഞാൻ എന്താ ചെയ്തത്? ജോയിൻ എന്താണ്? both the tails of vector A and vector B. So that's the second step. മക്കൾ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഈസി അല്ലേ? ശ്രദ്ധിച്ചിരുന്നു മക്കളെ? നമ്മളൊന്ന് വിശ്വസിക്കും, സ്ട്രോങ് ആയിരിക്കും, ബാക്കിയൊക്കെ നമ്മൾ റെഡി ആക്കി കേട്ടോ. തേർഡ് സ്റ്റെപ്പ്. ഫിസിക്സ് എന്ന് പറഞ്ഞാല് പൊതുവെ ഒരു പ്രശ്ന സബ്ജക്റ്റ് ആണ്, പൊതുവെ കിട്ടുന്നതാണ്. അത് സിംപ്ലിഫൈ ചെയ്ത് പറയാൻ ഈസിയാണ്. സിമ്പിൾ ലെവലിൽ പഠിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ പഠിച്ചു പോയാൽ മതി. നിങ്ങൾ ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കണ്ട. ഓക്കെ, ഇനി എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ സൂമിൽ ക്ലാസ് ആക്കുമല്ലോ. സൂമിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓൺലൈൻ ലെവലിൽ ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ എടുക്കുന്ന സമയത്ത് ധൈര്യത്തിൽ മക്കൾക്ക് ചോദിക്കാം. നല്ല മക്കളെ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു കേട്ടോ. ചില യൂണിറ്റ് മെഷർമെന്റിലെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ സൂമിലെ ഒരു ക്ലാസ് വെച്ച സമയത്ത് ഒരുപാട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അപ്പം ആ സമയത്തിൽ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ. ഓക്കെ, അങ്ങനെ എന്തിനേയും ക്ലിയർ ചെയ്തിട്ട് പതുക്കെ മൂവ് ചെയ്യണം, നല്ല സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യണം. ഓക്കെ, സോ ഹിയർ നോക്കിയേ, join both the types of vector A and vector B. So that's the second step. Then third step എന്താ വെച്ചാൽ നോക്കിയേ, step 3 എന്താ വെച്ചാൽ
3 എന്താ വെച്ചാൽ ഇവിടെ 4 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. സ്റ്റെപ്പ് 3 എന്താ പറഞ്ഞാൽ ശ്രദ്ധിക്കാം. ഞാൻ എന്താ ചെയ്യാം മക്കളെ, ഈ വെക്ടർ എന് പാരലായിട്ടും വെക്ടർ ബിന് പാരലായിട്ട് ഞാൻ ചെയ്യുന്ന ലൈൻസ് വരയ്ക്കാൻ ചെയ്തു. അതായത് വെക്ടർ എന്, അത് വെക്ടർ ആണെങ്കിൽ ആ വെക്ടർ എന് ഞാൻ പാരലായിട്ട് ലൈൻ വരയ്ക്കുന്നു. അതുപോലെ വെക്ടർ ബിന് പാരലായിട്ട് ഞാൻ നെക്സ്റ്റ് ചെയ്യുന്ന ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, സോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യാൻ ചെയ്യുന്നു. റൈറ്റ്, ക്ലിയർ അല്ലേ? യെസ്. സോ ഹിയർ നോക്കിക്കേ, ഞാൻ വീണ്ടും മാറ്റി വരയ്ക്കണേ, അതായത് ചെറിയ വ്യത്യാസം ഉണ്ടോ അത് മക്കൾ കാര്യം എടുക്കണ്ട. ഞാൻ അതിൽ തന്നെ മാറ്റി വയ്ക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ആലോചിച്ചാൽ മതി. സോ നോക്കി, ഇത് വെക്ടർ എ ആൻഡ് ദിസ് വൺ ഈസ് വെക്ടർ ബി. റൈറ്റ്, ക്ലിയർ? യെസ്. സെയിം നോക്കിക്കേ, ഞാൻ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ, വെക്ടർ എ നിന്ന് ഇങ്ങനെ ഞാൻ എഴുതാൻ പോണേ, ഡ്രോ parallel lines of vector A and vector B. അതായത് വെക്ടർ എനും നമ്മൾ വെക്ടർ ബിനും ഞാൻ നിന്ന് പാരലൽ ലൈൻസ് വരയ്ക്കുക ചെയ്തത്. ലൈക്ക് ദിസ് കണ്ടോ, വെക്ടർ എ ഞാൻ പാരലൽ ലൈൻസ് വരച്ചു, അതേപോലെ വെക്ടർ ബിന് അതേപോലെ ഞാൻ നിന്ന് പാരലൽ ലൈൻസ് വരച്ചു. മക്കളെ അത് നമ്മൾ ഇന്റർസെക്ട് ചെയ്തു അല്ലേ, അത് നമ്മൾ നിന്ന് പാരലൽ ലൈൻസ് ഞാൻ വെച്ച സമയത്ത് ഇന്റർസെക്ട് ചെയ്തു. സോ ആ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും പേര് കൊടുക്കാം, നമുക്ക് എം എന്ന് കൊടുത്തു. അപ്പൊ ഞാൻ ഇവിടെ ഫുൾ പേര് കൊടുക്കുകയാണ്, അതായത് ഒ പി എം എൻ, കുഴപ്പമില്ലോ, ഞാൻ പേര് കൊടുക്കും. റെഡി? സോ നമുക്ക് എന്ത് കിട്ടി, ഒരു പാരലോഗ്രാം ലെവൽ കിട്ടിയോ ഇല്ലയോ? കിട്ടി. ഫൈൻ. ഇനി നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഫോർത്ത് സ്റ്റെപ്പ് എന്താ വെച്ചാൽ നോക്കിയേ, സ്റ്റെപ്പ് 4 അത് നമുക്ക് ശ്രദ്ധിക്കാം. ഇത് തേർഡ് സ്റ്റെപ്പ് ആണ്. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 4 എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇതിൽ തന്നെ വരയ്ക്കട്ടെ മക്കളെ, ഇതിൽ തന്നെ വരച്ച് കാണിച്ചു തരാം. കുഴപ്പമില്ലല്ലോ, നിങ്ങൾ നിന്ന് വേറെ ഡ്രോ ചെയ്താൽ മതി. കുഴപ്പമുണ്ടാവില്ലേ? ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്ന് ഇവിടെ സ്റ്റെപ്പ് 1 ഞാൻ വായിക്കാം, ഇവിടെ വരയ്ക്കാം. റെഡി? പ്രയാസമില്ല. സ്റ്റെപ്പ് 1 എനിക്ക് അറിയാലോ, 2 വെക്ടർ ജസ്റ്റ് വരച്ചിട്ടുണ്ട്, അതാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. നോക്കി, നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, സ്റ്റെപ്പ് 4 ഞാൻ എന്താ ചെയ്യുന്നത് മക്കളെ, ഓയിൽ നിന്ന് ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് ഞാൻ ചെയ്യുന്നു ഒരു കറക്റ്റ് ഞാൻ ചെയ്യുന്നു ഒരു ലൈൻ വരയ്ക്കും, അഥവാ ഡയഗണൽ വരയ്ക്കും. ഓക്കെ, ക്ലിയർ? ഫൈൻ. അതാണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പ് എവിടെ വരയ്ക്കണേ, സ്റ്റെപ്പ് 4 ഞാൻ വീണ്ടും മാറ്റി വരയ്ക്കണം അല്ലേ. സോ ഹിയർ നോക്കി, the vector b and this one is എന്താണ്, vector a. ready അല്ലേ? vector a. then നോക്ക്, നേരത്തെ വരച്ച പോലെ തന്നെ മക്കളെ ഞാൻ ചെയ്യുന്ന ഇതിന് പാരലൽ ആയിട്ട് നിന്ന് ലൈൻ വരച്ചു, ആ തമ്മിൽ ഇന്റർസെക്ട് ചെയ്തു. റൈറ്റ്, ഇന്റർസെക്ട് ചെയ്തു. ആൻഡ് ഹിയർ ഞാൻ പേര് കൊടുത്തത് o p m n അല്ലേ മക്കളെ. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, മക്കൾ എന്ത് ചെയ്യുന്നു, ഓയിൽ നിന്ന് draw a line from O to M. മക്കളെ then ആ ഇന്റർസെക്ട് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ ആരോ മാർക്ക് കൊടുക്കുക. മക്കളെ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് സ്ട്രെയിറ്റ് ലൈൻ ആണോ, നമ്മൾ ഈ ബോർഡ് വരയ്ക്കുമ്പോൾ എന്തായാലും നമ്മൾ സ്കെയിൽ അങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ. സോ അതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എന്തായി മാറി മക്കളെ, ഇത് ഒരു പാരലോഗ്രാമായി. ഞാൻ ആ പാരലോഗ്രാം ഞാൻ ചെയ്യുന്ന ഒരു ഡയഗണൽ ഞാൻ വരച്ചു. ഓക്കെ, ഈ ഒരു ഡയഗണൽ ആണ് മക്കൾ ഈ 2 വെക്ടർ തമ്മിലുള്ള റിസൾട്ടന്റ് എന്ന് പറയുന്നത്. സോ ഹിയർ ദ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി. റെഡി? ആ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ മക്കളെ ഈ പാരലോഗ്രാമിന്റെ ഈ ഒരു ലൈൻ ആണ്. ഞാൻ പറഞ്ഞു ചെറിയൊരു ബെൻഡ് ഉണ്ട്, നിങ്ങൾ കാര്യം കേട്ടിട്ട. ഇതാണ് മക്കളെ എന്ത്, ആ വെക്ടർ എന്റെ വെക്ടർ ബിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഇതാണ് പാരലോഗ്രാം മെത്തേഡ് എന്ന് പറയുന്നത്. ഈസി അല്ലേ? പാരലോഗ്രാം മെത്തേഡ് പേരുടെ കാരണം എന്താണ്, ഞാൻ ചെയ്യുന്നത് ഇത് 2 പാരലൽ ലൈൻസ് വരച്ച സമയത്ത് ശരിക്കും ഒരു പാരലോഗ്രാം എനിക്ക് കിട്ടി. ആ പാരലോഗ്രാം ഞാൻ ചെയ്യുന്നത് ഡയഗണൽസ് വരയ്ക്കാൻ സമയത്ത് ഡയഗണൽസ് ഞാൻ വരച്ചതിന് ശേഷം മക്കൾ ആ ഇന്റർസെക്ട് ചെയ്ത ആ പോയിന്റിലേക്ക് ആരോ മാർക്ക് കൊടുത്തു. സോ ഹിയർ ദ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ആ പാരലോഗ്രാമിന്റെ ഡയഗണൽ ആണ് മക്കൾ എന്ത്, റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഫോർ ഈസിലി നമ്മൾ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു സ്കെയിൽ ഉപയോഗിച്ചു. വൺ സെക്കൻഡ്, സ്കെയിൽ. ഓക്കെ, സ്കെയിൽ അവിടെ അടുത്ത്. സോ ഒരു സ്കെയിൽ ഞാൻ നോർമൽ വരച്ചൊക്കെ ചെയ്ത ശേഷം നിങ്ങൾ ബുക്കിൽ വരച്ചൊക്കെ ശേഷം നോക്കും, സ്കെയിൽ വെച്ച് ഞാൻ നിങ്ങൾ മെഷർ ചെയ്യുന്നു. അപ്പൊ സ്കെയിൽ വെച്ച് ഞാൻ മെഷർ ചെയ്യുമ്പോൾ എത്ര എനിക്ക്
വാല്യൂ കിട്ടിയത് അതായിരിക്കും മക്കൾ എന്ത് ചെയ്യുന്നത് ആ റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഫൈൻ. ദെൻ നോക്കിക്കേ നെക്സ്റ്റ് അതിന്റെ അത് ഏത് ഡയറക്ഷനാണ് കാണിക്കുന്നത് ശ്രദ്ധിക്കുക. ഈസിയാണ്. വെക്ടർ എ നിന്ന് വെക്ടർ ആറിലേക്ക് മക്കൾ ശ്രദ്ധിക്കുക ഉള്ള ആംഗിൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ബൈ യൂസിങ് എ പ്രൊഡക്റ്റർ, സിമ്പിൾ പ്രൊഡക്റ്റർ നമ്മൾ സാധാരണ പ്രൊഡക്റ്റർ എടുത്ത് നമ്മൾ ചെയ്യുന്ന ആംഗിൾ കാണുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വെക്ടർ എയിൽ നിന്ന് വെക്ടർ ആർ എന്ന് പറയുന്ന ആ റിസൾട്ടിൽ നിന്ന് ഇന്ന ഡയറക്ഷനാണ് കാണിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റും. കറക്റ്റ്? ക്ലിയർ? ഇതാണ് മക്കളെ സിംപ്ലി പാരലോഗ്രാം മെത്തേഡ് എന്ന് പറയുന്നത്. മക്കൾ പഠിക്കാൻ ഈസി അല്ലേ? വല്ല പ്രയാസം ഉണ്ടോ? ഇല്ല അല്ലേ? ഒന്നുകൂടി പറയണേ. ആദ്യം രണ്ട് വെക്ടർ വരച്ചു. സ്റ്റെപ്പ് 1 ഏതെങ്കിലും ഡയറക്ഷനോ വെക്ടർ വെച്ചു അല്ലേ? ദെൻ സ്റ്റെപ്പ് 2 എന്താണ്? ജോയിന്റ് എന്താണ്? both the tails. ഇതാണ് ഇമ്പോർട്ടന്റ്. both the tails of vector and vector b. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. എന്ത് ട്രയാങ്കിൾ മെത്തേഡും പാരലോഗ്രാം മെത്തേഡും ഫസ്റ്റ് ഡിഫറൻസ് അതാണ്. അങ്ങനെ ജോയിൻ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ചെയ്യാൻ എന്താ വെച്ചാൽ ആ വെക്ടർ എ വെക്ടർ ബി ഞാൻ നിന്ന് പാരലൽ ലൈൻ വരയ്ക്കുകയും അത് ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ആണ് എം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്തോ ഒരു പാരലോഗ്രാം കിട്ടി. റെഡി? അതാണ് ഹെഡിങ് പേര് വരാൻ കാരണം. ദെൻ നോക്കിയേ അങ്ങനെ ഒരു പാരലോഗ്രാം കിട്ടിയ ശേഷം ഞാൻ ചെയ്യുന്നു ഓയിൽ നിന്ന് ഞാൻ ചെയ്യുന്നത് എമ്മിലേക്ക് ഞാൻ ചെയ്യുന്നത് ഡയറക്റ്റ് ഒരു ലൈൻ വരച്ചു. അതെന്താണ് ആ പാരലോഗ്രാമിൽ എന്താ ചെയ്യുന്നത് ഡയഗണലാണ് വരുന്നത്. റെഡി? ഇനി ഞാൻ എന്താ വെച്ചാൽ ആ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിലേക്ക് ഞാൻ ആരോ മാർക്ക് കൊടുക്കുകയാണെങ്കിൽ അതാണ് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ നമുക്ക് എന്ത് കിട്ടി? റിസൾട്ട് കിട്ടി. ഇനി റിസൾട്ടിന് രണ്ട് കാര്യം ഉണ്ടല്ലോ, മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ബൈ യൂസിങ് സ്കെയിൽ നമുക്ക് മെഷർ ചെയ്യുകയാണെങ്കിൽ ആ റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ദെൻ ഡയറക്ഷൻ കാണാൻ പറ്റും. സിംപ്ലി എന്ത് ചെയ്യുന്നത് ആ വെക്ടർ എ നിന്ന് വെക്ടർ ആറിലേക്കുള്ള ആംഗിൾ പ്രൊട്ടക്ടർ ഉപയോഗിച്ച് ആംഗിൾ കാണുകയാണെങ്കിൽ സിംപ്ലി നമുക്ക് എന്ത് കിട്ടും? ആ ഒരു വെക്ടറിന്റെ ആ വെക്ടർ ആറിന്റെ ഡയറക്ഷനും കിട്ടും. റെഡി അല്ലേ? ക്ലിയർ? ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഇത് വെച്ചിട്ട് ഞാൻ ഒരു ലോ പറഞ്ഞു തരാൻ പോവാണ് മക്കളെ. ആ ലോനെ പറഞ്ഞ പേരാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആൻഡ് ദാറ്റ് വാസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷനെക്കാളും ഇമ്പോർട്ടന്റ് ഏതാണ്? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. റെഡി? നമ്മൾ നെക്സ്റ്റ് നമ്മൾ കാണാൻ വെച്ചാൽ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ നമ്മൾ പഠിക്കാൻ പോകണം. ലോ ആ നിയമം പഠിക്കാൻ പോകണം. ഈസിയാണ്. ഞാൻ അതുകൊണ്ട് നേരത്തെ വെച്ച ആ ഒരു ഡയഗ്രം തന്നെ വായിക്കാത്തത്. നോക്ക്, ഞാൻ ആദ്യം പച്ച വളർത്ത് പറയാം, ഞാൻ ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ? ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് അത് ലോ ആയി മാറും. പച്ച വളർത്ത് പറയുന്ന സമയത്ത് എനിക്ക് വളരെ ഈസി ആയി മാറും. ഓക്കെ? നോക്കിക്കോ, ഇവിടെ എന്താ പറയാന്ന് വെച്ചാല് ഇവിടെ ആ രണ്ട് വെക്ടർ വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് these two vectors വെക്ടർ എ യും വെക്ടർ ബി യും ആ രണ്ട് എന്ത് ചെയ്യുന്ന വെക്ടർ എന്ന് പറയുന്നത് മക്കളെ the two adjacent sides of the parallelogram ആണെങ്കിൽ കണ്ടോ നോക്ക്, ആ രണ്ട് വെക്ടർ ഞാൻ എന്താക്കിയത് പാരലോഗ്രാം രണ്ട് അഡ്ജസന്റ് സൈഡ്സ് ആക്കി മാറ്റില്ലേ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയഗണൽ അതേ പാരലോഗ്രാമിന്റെ ഡയഗണൽ എന്ന് പറയുന്നതായിരിക്കും അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ആ രണ്ട് വെക്ടേഴ്സ് റിസൾട്ടന്റ് എന്ന് പറയുന്നത് ആ പാരലോഗ്രാമിന്റെ ഡയഗണൽസ് ആയിരിക്കും. ഇത്രേ ഉള്ളൂ. നോക്കി ഞാൻ സത്യം പറയുമ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന കാര്യം എന്താണോ അതെന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് വായിച്ച് തരാമെന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അതാണ് ലോ ആയിട്ട് വരുന്നത്. അതായത് if two vectors vector A and vector B can be represent in എന്താണ് the direction magnitude as എന്താണ് the two adjacent sides of the parallelogram, രണ്ട് adjacent sides of the parallelogram ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ then the resultant എന്തിന്റെ ആ രണ്ട് വെക്ടർ റിസൾട്ടന്റ് എന്ന് പറയുന്നത് can be represent in the എന്താണ് അല്ലെങ്കിൽ as എന്താണ് the diagonals of the എന്താണ് that parallelogram. ആ പാരലോഗ്രാമിന്റെ ഡയഗണൽ ആണ് അതിന്റെ റിസൾട്ടന്റ് ആയി വരാം. സിമ്പിൾ. ഓക്കെ? അതാണ് എന്ത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ പ്രകാരം മക്കൾ അതിന്റെ ലോ വരുന്നത്. റെഡി? ഈസി അല്ലേ? യെസ്. ഇനി അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വെച്ച് എഴുതാൻ പോണേ. ഓക്കെ? എന്താ പറയുക സ്റ്റേറ്റ്മെന്റ് പ്രകാരം എന്താ പറയുക the law states that easy ആട്ടോ. the law states that if the two vectors vector A vector B two vectors can be represented എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് in magnitude direction wise. അതിപ്പോ ഒത്തിരി കുഴപ്പമില്ല കേട്ടോ, പക്ഷെ കൊടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് എന്തെങ്കിലും സെന്റൻസ് ഒന്ന് പുതിയ അത്ര ഡീറ്റെയിൽ ആയി പറഞ്ഞു. ഓക്കെ? can be represented in magnitude and direction. മാഗ്നിറ്റ്യൂഡ് വൈസ് ആണെങ്കിലും ഡയറക്ഷൻ വൈസ് ആണെങ്കിലും മക്കളെ ആ രണ്ട് വെക്ടർ നമ്മൾ എന്തായിട്ടാണ് റെപ്രസെന്റ് ചെയ്തത് can be represented in magnitude and direction by the two adjacent
two adjacent sides of the parallelogram. ഈ പാരലോഗ്രാം എന്ന് പറയുമ്പോൾ പോകുവാണ് ചിലപ്പോൾ നമ്മൾ നാല് വിട്ടു. ഓക്കെ, അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ then the diagonals, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയഗണൽ അല്ലേ, then the diagonals of parallelogram എന്തായാലും റെപ്രസെന്റ് ചെയ്യുന്നത് പാരലോഗ്രാം മക്കളെ through that point represents what? Represent the resultant. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയഗണൽ ആയിട്ട്, ആ പാരലോഗ്രാം ഡയഗണൽ ആയിട്ട് നമ്മൾ ഇതിന് റിസൾട്ടന്റ് ആയിട്ട് നമ്മൾ ഇതിന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് സിംപ്ലി ചെയ്യുന്ന parallelogram law of vector addition എന്ന് പറയുന്നത്. അപ്പോൾ മൂന്ന് ways ആണ്. The law says that if the two vectors can be represented in magnitude and direction by the two adjacent sides of the parallelogram. അങ്ങനെ നമ്മൾ ആ രണ്ട് വെക്ടർ നമ്മൾ നിന്ന് ഒരു പാരലോഗ്രാമിന്റെ രണ്ട് adjacent sides നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ പാരലോഗ്രാമിന്റെ ഡയഗണൽ സൈഡ്. Very simple. Okay, but it's very important. ഞാൻ പറഞ്ഞു നേരത്തെ ആ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ പറഞ്ഞ സമയത്ത് ഞാൻ ഇത്ര ഇമ്പോർട്ടന്റ് പറഞ്ഞില്ല അല്ലേ? ഇതാണ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ, പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ക്ലിയർ? യെസ്. ഇനി മക്കളെ ഒരു നോട്ട് ചെയ്യാനുള്ള ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. അത് വളരെ ഒരു പോയിന്റ് ആണ് വരുന്നത്. നോട്ട് ചെയ്യാനുള്ള ഒരു പോയിന്റ് വെച്ചാൽ ഈ പാരലോഗ്രാം മെത്തേഡും നമ്മൾ പഠിച്ചു, അതുപോലെ ട്രയാങ്കുലർ മെത്തേഡും പഠിച്ചു അല്ലേ? ആ രണ്ട് മെത്തേഡിലും മക്കളെ, ആ രണ്ട് മെത്തേഡിലും നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്ന റിസൾട്ടന്റ് എന്ന് പറയുന്നത് അത് ഷുഡ് ബി എന്തായിരിക്കും? സെയിം ആയിരിക്കും. വരുന്നത്. സോ ഹിയർ ദ റിസൾട്ട് ഓഫ്, അത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, ജസ്റ്റ് നോട്ട് വെച്ചാൽ മതി. നോട്ട് ചെയ്തിട്ട് ഒരു കാര്യം വെച്ചാൽ the result of triangular method and parallelogram method are same. Triangular method and parallelogram method മക്കളെ റിസൾട്ട് നമുക്ക് എന്തായിരിക്കും? സെയിം ആയിരിക്കും. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും കിട്ടാം. ഓക്കെ, സോ ഒരേ സംഗതി ചെയ്യാൻ വേണ്ടി രണ്ട് വഴികൾ ഉണ്ടെന്നുള്ളൂ. ട്രയാങ്കുലർ മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാരലോഗ്രാം മെത്തേഡ് യൂസ് ചെയ്യാം. ഡസന്റ് മാറ്റർ, ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. കാരണം ആ രണ്ട് ചെയ്ത് കിട്ടുന്ന നമുക്ക് റിസൾട്ടന്റ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. റെഡി? ഇനി മക്കൾ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് സബ്ട്രാക്ഷൻ. ഇതേ വെക്ടേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് നെക്സ്റ്റ് പറയാനുള്ളത്. ഈസിയാണ് മക്കൾ, ശ്രദ്ധിച്ചാൽ മാത്രമാണ്. റെഡി? ഈ മക്കൾ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് അഡീഷൻ, വെക്ടർ അഡീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മൾ എന്ത് ചെയ്യുന്നത്? സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. രണ്ട് ഡിഫറെന്റ് ഡയറക്ഷനിലുള്ള വെക്ടേഴ്സ് സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ് ചെയ്തത്. അതിൽ മക്കൾ ആദ്യമേ അറിയേണ്ട ഒരു കാര്യം വെച്ചാൽ ഞാൻ രണ്ടും നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ചെയ്യുന്നത്. പക്ഷേ ഇതെങ്ങനെ സബ്ട്രാക്ട് ആവുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ് ചെയ്യാം. ഓക്കെ, നോക്കിക്കോ. സ്റ്റെപ്പ് വൺ ഞാൻ രണ്ട് വെക്ടർ വെച്ചു. ഡ്രോ ടു വെക്ടേഴ്സ്. ഓക്കെ, വെക്ടർ എ ഇങ്ങനെ വെച്ചു. വെക്ടർ എ കുഴപ്പമില്ല. ദെൻ വെക്ടർ ബി അതിങ്ങനെ വരച്ചു. കുഴപ്പമില്ല. ഡിഫറെന്റ് ഡയറക്ഷൻ, നമ്മൾ തോന്നിയമാതിരി നമുക്ക് ഡയറക്ഷൻ ഉണ്ടാവും, ആ ഡയറക്ഷൻ വരച്ചു. ഓക്കെ, ഇനി മക്കൾ മനസ്സിലാക്കുന്നത് വെച്ചാല് എനിക്ക് ഇവിടെ തന്നിക്കുന്നത് സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മക്കളെ വെക്ടർ ബിനെ വെക്ടർ എനെ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് വെച്ച് വെക്ടർ ബിനെ വെക്ടർ എനെ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്താ പറഞ്ഞാല് ടു സബ്ട്രാക്ട് വെക്ടർ ബി ഫ്രം വെക്ടർ അല്ലെങ്കിൽ വെക്ടർ ബി ഫ്രം വെക്ടർ എ. ഇതെന്താ മീൻസ് എന്ന് അറിയോ? ഇതെന്താ മീൻസ് എന്ന് വെച്ചാല് വെക്ടർ എ മൈനസ് വെക്ടർ ബി, ഇതാണ് മീൻസ് ചെയ്യുന്നത്. ടു സബ്ട്രാക്ട് വെക്ടർ ബി ഫ്രം വെക്ടർ എ, അതായത് വെക്ടർ എ മൈനസ് വെക്ടർ ബി. മക്കള് അങ്ങനെ നമുക്ക് ബിനെ വെക്ടർ എനെ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ശ്രദ്ധിച്ചിരുന്നോ? വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്.
revise the direction of B. Revise the direction of vector B. Vector B in the direction revise ചെയ്യും. അതാണ് നമ്മൾ ചെയ്യേണ്ട സെക്കൻഡ് സ്റ്റെപ്പ്. It's very important. It's very important. Revise the direction of vector B. Ready? Important ആയിട്ടുള്ള ലൈൻ വെച്ചിട്ട് അവിടെ ശ്രദ്ധിക്കാം. ദാ ഞാൻ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇത് വെക്ടർ എ, അത് ആ സെയിം സംഖ്യ മാറ്റി വെക്കുന്നു. ഞാൻ നോക്കട്ടോ, വെക്ടർ ബി ഇങ്ങനെ ആണല്ലേ, ഞാൻ അതിനെ ജസ്റ്റ് റിവൈസ് ചെയ്യുന്നു. അതിനെ ജസ്റ്റ് എന്ത് ചെയ്യുന്ന റിവൈസ് ചെയ്ത് വരച്ചു. സോ റിവൈസ് വ്യത്യാസം എന്തായി മാറി? അത് മൈനസ് വെക്ടർ ബി ആയി മാറി. ശരിയല്ലേ? അത് റിവൈസ് ചെയ്യുന്ന സമയത്ത് എന്തായി മാറി? അത് മൈനസ് വെക്ടർ ബി ആയി മാറി. മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇനി ശ്രദ്ധിക്കാം, ഞാൻ തിരിച്ചു പറയാന്ന് വെച്ചോ, അതായത് സബ്ട്രാക്ട് വെക്ടർ A from vector B ആണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? To subtract vector A from vector B ആണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? Vector A from vector B means എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇവിടെ vector B minus vector A ആയിരിക്കും വരാം. മക്കൾക്ക് മനസ്സിലാവുണ്ടോ? ക്ലിയർ ആണോ? അങ്ങനെ വരുന്ന സമയത്ത് അതായത് വെക്ടർ A എന്ത് ചെയ്യുന്നു, വെക്ടർ B നെ B യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ മക്കൾ ഈ വെക്ടർ A യിലെ അതിനെ ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതി. മനസ്സിലാണോ? ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഏതാണോ മൈനസ് വരുന്നത്, ഏതാണോ മൈനസ് വരുന്നത്, അതങ്ങനെ ചോദ്യം, ഏതാണോ മൈനസ് വരുന്നത് ആ വെക്ടർ നിങ്ങൾ എന്ത് ചെയ്യുന്ന റിവേഴ്സ് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ റിവേഴ്സ് കൊടുക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുന്ന മൈനസ് ആയി മാറും. ക്ലിയർ? ഇനി ഈസിയാണ്. ഇനി നമുക്ക് എന്താ വെച്ചാൽ സ്റ്റെപ്പ് 3 എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇനി എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യുന്നത് പാരലോഗ്രാം മെത്തേഡോ ട്രയാങ്കുലർ മെത്തേഡോ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യുന്ന സിംപ്ലി നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഹിയർ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ട്രയാങ്കുലർ മെത്തേഡ് യൂസ് ചെയ്യും. അവിടെ നെക്സ്റ്റ് ചെയ്താൽ നമുക്ക് ടു ആഡ്, നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ടോ, അതാ പറഞ്ഞത്. ആഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് സബ്ട്രാക്ട് ആയി മാറും. കാരണം ഇവിടെ എന്താണ് വെക്ടർ മൈനസ് വെക്ടർ ബി ആയി മാറും. സോ ഹിയർ നോക്കിയേ, ടു ആഡ് എന്താ മൈനസ് വെക്ടർ ബി വിത്ത് വെക്ടർ എ we can use parallelogram or triangular method. ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? triangular method. ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? we can use എന്താണ് parallelogram method or എന്താണ് triangular method. Okay, so here ഞാൻ here by triangular method ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതാണ് ഉപയോഗിക്കണം? by triangular method പ്രകാരം എന്താ ചെയ്യുന്നല്ലേ, ബിന്റെ ടെയിലും എന്റെ ചെയ്യുന്ന ഹെഡ് തമ്മിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. വെക്ടർ എ നോക്ക്, ആ മൈനസ് വെക്ടർ ബി ഞാൻ ചെയ്യുന്നത് അതിനെന്ത് ചെയ്യുന്നത് ഇതിന്റെ ഹെഡുമായിട്ട് ഞാൻ ജോയിൻ ചെയ്തു, മൈനസ് വെക്ടർ ബി. റെഡി? നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് അറിയാമല്ലേ? ഞാൻ ട്രയാങ്കുലർ മെത്തേഡ് നിന്ന് സ്റ്റെപ്പ് വേറെ കാണിക്കില്ലേ, ഞാൻ ഇതിനെ കാണിക്കാൻ പോവാണ്. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതാ, ഈ വെക്ടർ എന്റെ ടെയിലും വെക്ടർ ബിന്റെ എന്ത് ചെയ്യുന്ന ഹെഡ് നമ്മൾ ജോയിൻ ചെയ്തു. അതിന്റെ റിവൈസ് ഞാൻ ആരോ മാർക്ക് കൊടുത്തു. റെഡി? ക്ലിയർ? ഇതാണ് മക്കൾ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ റിസൾട്ട് ഹിയർ ഈസ് ഈക്വൽ ടു ഓക്കെ വെക്ടർ എ പ്ലസ് ഞാൻ ആഡ് ചെയ്തതാ, പക്ഷേ പ്ലസ് ചെയ്ത് മൈനസ് വെക്ടർ ബി വരുന്ന സമയത്ത് എന്തായി മാറും? വെക്ടർ എ മൈനസ് വെക്ടർ ബി ആയി മാറും. ഇപ്പോൾ മനസ്സിലായോ? സബ്ട്രാക്ഷൻ ഓഫ് വെക്ടർ എങ്ങനെയാണ് ഈ നമ്മൾ അഡീഷൻ മെത്തേഡിലൂടെ ചെയ്യുന്ന സമയത്ത് വെക്ടർ എ മൈനസ് വെക്ടർ ബി ആയത് മനസ്സിലായോ? ആഡ് ചെയ്യുന്ന പക്ഷേ അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി മൈനസ് വെക്ടർ ബി ഉണ്ടായതുകൊണ്ട് നിന്ന് അത് സബ്ട്രാക്ട് ആവും. സിമ്പിൾ. ദെൻ നമുക്ക് ഡയറക്ഷൻ ചേഞ്ചിൽ വെക്ടർ എ നിന്ന് വെക്ടർ ആറിലേക്കുള്ള ആംഗിൾ ആണെങ്കിൽ ആ ഡയറക്ഷൻ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നത്. സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ് ഓഫ് ഡിഫറെന്റ് ഡയറക്ഷനുള്ള വെക്ടേഴ്സ് നമുക്ക് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. മക്കൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. ഇറ്റ്സ് വെരി വെരി ഈസി ആയിട്ട് വലിയ പ്രയാസം സുഖമായി നമുക്ക് ഇതിന് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് കുറച്ച് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് എടുക്കുന്നുണ്ട്. ഞാൻ അത് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു അതിൽ കുറച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് വെക്ടേഴ്സ് ഉണ്ട്. ഒരു 3 വെക്ടേഴ്സ് വരാനുണ്ട്. ഓക്കെ, 3 ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് വരാനുണ്ട്. അത് നമുക്ക് നിന്ന് ഞാൻ ഭാവിയിൽ ഡിസ്കസ് ചെയ്യുന്ന ആദ്യം പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ്. ഓക്കെ, സോ ഹിയർ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ആദ്യം റിവൈസ് ചെയ്യാണ്. അതായത് ഡിഫറെന്റ് ആംഗിളിലുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ഡയറക്ഷനുള്ള വെക്ടേഴ്സിനെ എനിക്ക് എന്ത് ചെയ്യുന്നത് 2 മെത്തേഡ് ഉപയോഗിച്ച് എനിക്ക് ചെയ്യാൻ പറ്റും. ബൈ ഡ്രോയിങ് മെത്തേഡ് ഓർ ജോമെട്രിക്കൽ മെത്തേഡ്. ഡ്രോയിങ് ഫിഗേഴ്സ് ഓർ ജോമെട്രിക് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ഏതാണ്? അനാലിറ്റിക്കൽ മെത്തേഡ്. ഓക്കെ, അനാലിറ്റിക്കൽ മെത്തേഡ് എനിക്ക് അതിന് പറഞ്ഞ മറ്റൊരു പേരാണ്. എനിക്ക് അതിന്റെ സിംപിൾ ലാംഗ്വേജിൽ പറയുന്ന സമയത്ത് അനാലിറ്റിക്കൽ മെത്തേഡ് എന്താണ്? ബൈ യൂസിങ് ഇക്വേഷൻ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഡ്രോ ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും.
മക്കളെ ആ ഒരു എന്താണ് ജോമെട്രിക്കൽ മെത്തേഡ് 2 ടൈപ്സ് ഉണ്ട്, പോളിഗൺ മെത്തേഡ് ഓർ ട്രയാങ്കുലർ മെത്തേഡ്, അല്ലെങ്കിൽ സെക്കൻഡ് വൺ ഏതാണ് പാരലോഗ്രാം മെത്തേഡ്. അത് രണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് അതിന്റെ ലോ ഒക്കെ ഡിസ്കസ് ചെയ്തു. റെഡി? ഇനി ബാക്കിയുള്ളത് അനാലിറ്റിക്കൽ മെത്തേഡാണ്, അഥവാ ബൈ യൂസിങ് ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാനൊക്കെ ഉണ്ട്, നമ്മൾ നെക്സ്റ്റ് ഇതിൽ എടുക്കും. റെഡി? ഇപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് വെക്ടേഴ്സിലെ കുറച്ച് കാര്യങ്ങളും അതിന്റെ റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. ഓക്കെ.